ജനങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതായത് ജനങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കും. കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ഇത് വീട് വയ്ക്കാനോ മറ്റോ ഉള്ള ഒരു നിവേദനമാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കയ്യിൽ കൊടുക്കുമ്പോൾ സുരേഷ് ഗോപി നേരെ തിരിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും എൻ്റെ പണിയല്ല, ഇത് പഞ്ചായത്തിനോടോ മറ്റോ നിങ്ങൾ പറയുക എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കലിംഗ അപ്പം തൊട്ടപ്പുറത്തൊരു നീല ഉടുപ്പിട്ട ഒരു കക്ഷിയുണ്ട്. അപ്പോൾ നീല ഉടുപ്പിട്ട മറ്റൊരു ചേട്ടൻ, ആ ചേട്ടൻ കയ്യിലൊരു അപേക്ഷ കരുതിയിരുന്നു. അപ്പോൾ ഈ കൊച്ചു വേലായുധനോട് സുരേഷ് ഗോപി പ്രതികരിച്ചത് കണ്ടിട്ട് ആ നീല ഉടുപ്പിട്ടയാൾ കയ്യിൽ കൊണ്ടുവന്ന ആ അപേക്ഷാ ഫോം അങ്ങ് മാറ്റിവെച്ചു. കാരണം ഭയന്നുപോയി. കാര്യം പുള്ളി പറഞ്ഞു കഴിഞ്ഞു, ഇതെൻ്റെ തന്നിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഈ എന്താണ് എന്നുള്ളത് പോലും അതിൽ തുറന്നു നോക്കാതെ ചോദിക്കുന്ന സമയത്ത് വീടിന് വേണ്ടിയിട്ടുള്ളൊരു അപേക്ഷയാണ് എന്ന് പറയുന്നു. ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയല്ല വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മറ്റ് സർക്കാർ ഏജൻസികളെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാമല്ലോ. അതിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് അത് കയ്യിൽ വാങ്ങിയത് അതേപോലെ തിരിച്ചു കൊടുക്കും. തുറന്നു പോലും നോക്കാതെ സുരേഷ് ഗോപി തിരിച്ചു കൊടുക്കുകയാണ്. വീഡിയോ കണ്ടല്ലോ അല്ലേ? നടനും ഒരു ജനപ്രതിനിധിയും കൂടിയായ സുരേഷ് ഗോപി സാധാരണക്കാരായ ജനങ്ങളോട് ഇടപെടുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങളോട് ഇടപെടുന്നത് സംബന്ധിച്ചൊരു മാർഗനിർദ്ദേശം ലഭിക്കുമെന്ന്. ലഭിച്ചില്ലേ? ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ പോലെ നാട്ടുകാരോട് ഇടപെടരുത് എന്ന മാർഗനിർദ്ദേശമായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ സുരേഷ് ഗോപിയെ പോലെ ജനങ്ങളോട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ വെറുക്കപ്പെട്ടവനാകും, അല്ലെങ്കിൽ സമാധിയാകും. കലുങ്ക് സംവാദം എന്നൊരു പരിപാടി ആരംഭിച്ചതോടെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ ആ ധാർഷ്ട്യവും പരിഹാസവും നിറഞ്ഞ പെരുമാറ്റം കാണാൻ സാധിച്ചത്. ആ സംവാദത്തിന് ഏറ്റവും വിഷമിപ്പിച്ചൊരു കാഴ്ചയായിരുന്നു കൊച്ചു വേലായുധൻ എന്ന വയോധികന്റെ അപേക്ഷ സുരേഷ് ഗോപി കൈകൊണ്ട് പോലും വാങ്ങാതെ ഇരുന്നത്. തനിക്ക് നിവേദനം നൽകാനെത്തിയ കൊച്ചു വേലായുധനെ മടക്കി അയക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയായിരുന്നു. സംവാദം നടന്നുകൊണ്ടിരിക്കെയാണ് കൊച്ചു വേലായുധൻ നിവേദനവുമായി വന്നത്. നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും MP ജോലിയേ അല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് മടക്കുകയാണ് ചെയ്തത്. BJP ഭരിക്കുന്ന ഉളിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ MP ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്ന് MP പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. കൊച്ചു വേലായുധൻ നിവേദനവുമായി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ തൊട്ടടുത്തിരുന്ന മറ്റൊരു വയോധികനും തൻ്റെ കയ്യിലുള്ള നിവേദനം നൽകാനായി തയ്യാറെടുക്കുന്നത് കാണാം. എന്നാൽ നിവേദനം നൽകിയ കൊച്ചു വേലായുധന് ഈ തരത്തിലുള്ള സ്വീകരണം ലഭിച്ചതോടെ വയോധികൻ തൻ്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം. വലിയ ചർച്ചയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയത്. പുള്ളിലും ചെമ്മാപ്പള്ളിയിലും നടന്ന സദസ്സിൽ സുരേഷ് ഗോപിക്കൊപ്പം നടനും BJP നേതാവുമായ ദേവൻ, സംവിധായകൻ സത്യനന്ദിക്കാടും ഒക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ തേങ്ങ പത്തരച്ചാലും കറി താളാണല്ലോ. ഈ സംഭവം വലിയ വാർത്തയായതോടെയാണ് CPM ഈ പ്രശ്നത്തിൽ ഇടപെട്ട് രംഗത്തിറങ്ങുന്നത്. സംഭവത്തിന് പിന്നാലെ കൊച്ചു വേലായുധന് CPM വീട് വെച്ച് നൽകുമെന്ന് K. അബ്ദുൽ ഖാദർ അറിയിച്ചിരുന്നു. കേന്ദ്രമന്ത്രിയും തൃശൂർ MP സുരേഷ് ഗോപി നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ നിവേദനം സ്വീകരിക്കലല്ല MP പണി എന്ന് പറഞ്ഞ് അവഹേളിതനാക്കിയ കൊച്ചു വേലായുധൻ്റെ വീട് CPM നിർമ്മിച്ച് നൽകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. CPM പറഞ്ഞതുപോലെ തന്നെ കൊച്ചു വേലായുധൻ്റെ ഭവന നിർമ്മാണത്തിൻ്റെ തറക്കല്ലിടാൻ കഴിഞ്ഞു. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവിട്ടാണ് ഭവന നിർമ്മാണം. 2 കിടപ്പുമുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള 600 സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുങ്ങുന്നത്. ആലപ്പാട് സ്വദേശി കരുമാശ്ശേരി ശശിധരനും CPMനൊപ്പം ചേർന്ന് ഭവന നിർമ്മാണത്തിനായി സഹായിക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരുടെ ഇടയിലെ സംസാരം എന്ന് പറയുന്നത് രസകരമാണ്. വലിയ തിരക്കുള്ള വ്യക്തിയാണല്ലോ സുരേഷ് ഗോപി. അതുപോലെ കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിലാണ് അദ്ദേഹം കലുങ്ക് സംവാദം എന്ന പരിപാടി ചെയ്യുന്നത്. ചില പെരുമാറ്റങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അത് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ചെയ്യുന്നതല്ല എന്നുമൊക്കെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? സുരേഷ് ഗോപി അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണോ? അറിയാതെ ചെയ്തു പോയ തെറ്റായിരുന്നുവെങ്കിൽ ആ തെറ്റ് 2 പ്രാവശ്യം ആവർത്തിക്കുമോ? ഒരിക്കലും ആവർത്തിക്കില്ല. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ സഹായിക്കാമോ എന്ന് ചോദിച്ച വയോധികയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ച സംഭവം നിങ്ങളെല്ലാവരും കണ്ടിരുന്നല്ലോ. സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിൽ വച്ച് പരിഹസിച്ചത് കേട്ടപ്പോൾ വലിയ സങ്കടമായി എന്നായിരുന്നു പരിഹാസത്തിനിരയായ വയോധിക ആനന്ദവല്ലിയുടെ പ്രതികരണം. ഒരു സ്വകാര്യ വാർത്താ ചാനലിനോടായിരുന്നു അവർ പ്രതികരിച്ചത്.
തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത്. പക്ഷേ മറുപടി കേട്ടപ്പോൾ വലിയ സങ്കടമായി. 1.25 ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത്. സഹകരണ സംഘക്കാർ പറ്റിച്ച പണിയാണ്. ചികിത്സാ ചെലവിന് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സഹകരണ സംഘക്കാരും സുരേഷ് ഗോപിയും സഹായിച്ചില്ല. മരുന്ന് വാങ്ങാൻ മാസം 10,000 രൂപ വച്ചെങ്കിലും തന്നാൽ ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു. ചെറുപ്പം തൊട്ട് സിനിമയിലൊക്കെ കണ്ടു വളർന്ന ആളായിരുന്നു സുരേഷ് ഗോപി. ആ പ്രതീക്ഷയിലാണ് ഇന്നലെ പോയി കണ്ടത്. സുരേഷ് ഗോപി എന്ന തൃശൂർ രാജാവ് പരിഹസിച്ച ആനന്ദവല്ലി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇരിങ്ങാലക്കുടയിലെ കലിംഗ സംവാദത്തിനിടയിലാണ് ആനന്ദവല്ലിയെ സുരേഷ് ഗോപി പരിഹസിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഈടി പിടിച്ചെടുത്ത പണം ജനങ്ങൾക്ക് തിരികെ വാങ്ങിത്തരാൻ മുഖ്യമന്ത്രി തയ്യാറാണോ? ആ പണം ഈടിയിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ. പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ MLA കാണൂ എന്നാണ് നിക്ഷേപം തിരികെ കിട്ടാൻ സഹായിക്കാമോ എന്ന് ചോദിച്ച ആനന്ദവല്ലിയോട് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇനി മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ തനിക്ക് പറ്റുമോ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചു. അതിനെ തുടർന്നായിരുന്നു പരിഹാസം നിറഞ്ഞ മറുപടി. എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ, നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇത് കേട്ടതും ചുറ്റും കൂടി നിന്നവരെല്ലാം പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയണം കേട്ടോ. ഈ BJP നേതാക്കൾ, അതായത് സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, K സുരേന്ദ്രൻ എന്നിങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, ഇവർ എവിടെയെങ്കിലും വരുമ്പോൾ ഇവരുടെ വാലായി കുറച്ച് എർത്തുകളും കാണും. ഈ എർത്തുകളുടെ ജോലി ഇവർ എന്തെങ്കിലും തമാശ പറയുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ്. അതിന് മരണവീടായാലും ഭൂകമ്പം നടന്ന സ്ഥലമായാലും ഇത്തരക്കാർക്ക് ഒന്നുപോലെ തന്നെയാണ്. നേതാവിനെ സുഖിപ്പിച്ച് ഒരു ഇളിച്ച ചിരി ചിരിക്കുക. ഇവരുടെ ചിരി കാണുമ്പോൾ നേതാവ് സ്വയം വിചാരിക്കണം, ഞാൻ പറഞ്ഞത് എന്തോ വലിയ തമാശയാണ് എന്ന്. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ചു നേരം ആശ്വാസം കൊള്ളണം. ഈ സംഭവം നടക്കുമ്പോഴും സുരേഷ് ഗോപിക്ക് ഒപ്പം ചിരിക്കാൻ എർത്തുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് സുരേഷ് ഗോപി ആനന്ദവല്ലിയോട് ചോദിച്ചപ്പോൾ, സാർ ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചു. അല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. അതിനുള്ള മറുപടിയും ഞാൻ നൽകിക്കഴിഞ്ഞു. നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക ഈടിയിൽ നിന്ന് സ്വീകരിക്കാൻ പറയൂ, എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പുള്ളിക്കാരൻ എയറിൽ കയറുകയും ചെയ്തു. സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് സംബന്ധിച്ച് പ്രത്യേക നിയമാവലികളൊന്നുമില്ലെങ്കിലും പലരും പുലർത്തുന്ന മനുഷ്യത്വപരമായ സമീപനം എന്താണെന്ന് നമുക്കറിയാം. എന്തിന്, സാധാരണക്കാരായ നമ്മളോട് ഏതെങ്കിലും ഒരു വയോധികയോ മറ്റോ സഹായം ചോദിക്കുമ്പോൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായമാണെങ്കിൽ ചെയ്തു കൊടുക്കും. അതല്ല എങ്കിൽ വളരെ സമാധാനപരമായി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. എന്നാൽ ഇവിടെ ഒരു ജനപ്രതിനിധി ആയിട്ട് കൂടി സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായത് അങ്ങനെയൊരു നീക്കമല്ല. അങ്ങനെയൊരു നീക്കമല്ല എന്നുള്ളത് മാത്രമല്ല, താൻ അങ്ങനെയാകാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായ സൂചന കൂടി പുള്ളി തരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു വീഡിയോ കാണാൻ സാധിച്ചത്. ഈ വീഡിയോയിലെ നായകൻ സുരേഷ് ഗോപി അല്ല കേട്ടോ, മറ്റൊരു സിനിമാ നടനായ ജനപ്രതിനിധിയാണ്. സിനിമയിൽ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ പുള്ളിക്കാരൻ സൂപ്പർ സ്റ്റാറാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും എന്നെ കേരളത്തിന്റെ നിയമസഭയിൽ അയച്ചു 3 തവണ മന്ത്രിയാകാൻ അവസരം ഉണ്ടാക്കി എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാനതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആരോടും ജാതിയോ മതമോ രാഷ്ട്രീയമോ ചോദിച്ചിട്ടില്ല. 25 വർഷം പിന്നിടുമ്പോൾ 25 വർഷത്തിനിടയിൽ ഞാൻ ആരോടും ജാതിയോ മതമോ രാഷ്ട്രീയമോ ചോദിക്കാതെയാണ് നിങ്ങളോടൊപ്പം ഞാൻ പ്രവർത്തിച്ചത്. ഈ നാടിൻ്റെ നന്മ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ലക്ഷ്യം. കാട്ടുപത്തനാപുരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ ഈ പ്രദേശത്തെ ഏറ്റവും വികസിതമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും വികസിതമായ, ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു വന്നത് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പത്തനാപുരത്തുകാരനായി തെരഞ്ഞെടുക്കപ്പെട്ട പത്തനാപുരത്തുകാരനായ ഞാൻ പത്തനാപുരത്തുകാർക്ക് വേണ്ടി നടത്തിയ പരിഷ്കാരങ്ങളാണ് KSRTCയെ അതിന്റെ അധോഗതിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവന്നത്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് എനിക്ക് വലിയ കരുത്ത് പകരം. അത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനാണ്. അതിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പത്തനാപുരത്തെ സ്നേഹിക്കുന്നവർ, കേരളത്തെ സ്നേഹിക്കുന്നവർ, പത്തനാപുരത്തിന്റെ അഭിമാനം KSRTC എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലൂടെ വാനോളം ഉയർത്തിപ്പിടിച്ച എന്നെ നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതിലെനിക്കൊരു സംശയമില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, അമ്മമാരും സഹോദരിമാരും അടക്കം
അവരെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുടുംബാംഗമാണ് ഞാൻ. അതെനിക്ക് യാതൊരു ആത്മവിശ്വാസവുമില്ല. എന്നോട് ഒരു പ്രമുഖനായ ഒരു MLA പറഞ്ഞത്, നിങ്ങൾക്ക് എന്തും നാടിന് വേണ്ടി ചെയ്യാം, കാരണം നിങ്ങളെന്ന വലിയൊരു ജനസമൂഹമുണ്ട്, പത്തനാപുരത്തുകാർ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യസമേതം എന്തും ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ KSRTC മുന്നോട്ട് കൊണ്ടുപോകുന്നത്. KSRTC നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് പത്തനാപുരത്തെ ജനങ്ങളാണ് എന്ന് കേരളത്തിലെ വളരെ പ്രമുഖനായ നേതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നു, നിങ്ങൾക്ക് ശക്തമായ നിലപാടുകൾ കൊണ്ടെടുക്കാൻ കഴിയുന്നു, അതിന്റെ കാരണം എന്ന് പറയുന്നത് പത്തനാപുരത്തെ ജനങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്, അവർ നിങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അത് യാഥാർത്ഥ്യമാണ്. പത്തനാപുരത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹപൂർവ്വമുള്ള പിന്തുണയാണ് എല്ലാ നന്മയ്ക്കും, എല്ലാ പുരോഗതിക്കും, എല്ലാ നിലപാടുകൾക്കും പിന്നീടുള്ളത് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. ഇനിയും നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ലക്ഷ്യം തന്നെ അതിന്റെ ഈ നാടിന്റെ പുരോഗതി, കേരളത്തിലെ മതേതരത്വം നിലനിർത്തുക, ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുക, കേരളത്തിലെ മതേതര ജനപ്രതിനിധി സമൂഹത്തിൽ എന്താണെന്നും എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടതെന്നും ഇതൊക്കെ കണ്ട് സുരേഷ് ഗോപി മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. മാസ് ഡയലോഗ് സിനിമയിൽ പറഞ്ഞാൽ കയ്യടി കിട്ടിയേക്കും. പക്ഷേ ഏതെങ്കിലും പാവങ്ങളുടെ ജീവിതത്തിന് നേരെയാണത് പറയുന്നതെങ്കിൽ ആ പാവങ്ങൾ അപ്പോൾ പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും പ്രതികരിക്കും. കാരണം അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്ന സമയമാണല്ലോ തെരഞ്ഞെടുപ്പ്.